ഹലോ. ചെറിയ മുതൽ മുടക്കിൽ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യാൻ പോകുന്നവർ തീർച്ചയായിട്ടും ഈ വീഡിയോ ശ്രദ്ധിക്കണം. കാരണം ഒരുപാട് മിസ്റ്റേക്കുകൾ തുടക്ക സമയത്ത് നമ്മൾ വരുത്താൻ സാധ്യതയുണ്ട്. ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ അടുത്ത് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നേരത്ത് ചെറിയ ബിസിനസ്സിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാപിറ്റൽ എന്തായാലും വേണമല്ലോ. ഈ ക്യാപിറ്റൽ കൃത്യമായിട്ട് തന്നെ നമ്മൾ മാനേജ് ചെയ്യാനായിട്ട് പഠിക്കണം. അതായത് അധിക പേരും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അടുത്ത് ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങാൻ നേരത്ത് ആ ക്യാപിറ്റലിൻ്റെ ഒരു ഭീമമായിട്ടുള്ള ഭാഗവും ഫിക്സഡ് അസറ്റുകളിലേക്ക് നമ്മൾ മാറ്റാനായിട്ട് സാധ്യതയുണ്ട്. അതായത് ഫിക്സഡ് ആയിട്ടുള്ള അസറ്റുകൾ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ലാൻഡ് വാങ്ങുക, അതല്ലെങ്കിൽ വലിയ വലിയ മെഷീനറീസ് വാങ്ങിക്കുക. ഒരുപാട് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ആവശ്യം വരുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് അത് ഫിക്സഡ് ആണ്, അതിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നമ്മളെ അത് സെയിലിന് ഹെൽപ്പ് ചെയ്യണില്ല. അതൊരു ഫിക്സഡ് അസറ്റായിട്ട് തന്നെ ഇങ്ങനെ കിടക്കുകയാണ്. ഇതുകൊണ്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഓപ്പറേറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള കാശ് നമ്മുടെ അടുത്ത് ലിക്വിഡായിട്ട് ഇല്ലാതെ പോകും. കാരണം എല്ലാം നമ്മൾ, ഉദാഹരണത്തിന് നമ്മളൊരു മെഷീനറി വാങ്ങിച്ചു, ഒരു വലിയൊരു മെഷീനറി ഇറക്കി. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളുടെ ഭീമമായിട്ടൊരു തുക അതിലേക്ക് പോയാണ്. അപ്പോൾ അങ്ങനെ പോകാൻ നേരത്ത് നമുക്ക് പെട്ടെന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, സാലറി കൊടുക്കണം, അതുപോലെ റെൻറ്റ് കൊടുക്കണം, മറ്റെന്തെങ്കിലും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ വരാൻ നേരത്ത് അതിന് നമ്മുടെ അടുത്ത് ലിക്വിഡ് ക്യാഷ് ഇല്ലെങ്കിൽ നമുക്ക് ഓടിപ്പോയി മെഷീനറി വിൽക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഫിക്സഡ് അസറ്റിലേക്ക് അലോക്കേറ്റ് ചെയ്യണത് എപ്പോഴും ശ്രദ്ധിച്ച് തന്നെ നമ്മൾ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ കുറച്ച് നാൾ ജോലിക്ക് പോയി സേവ് ചെയ്ത കാശ് നിങ്ങളുടെ അടുത്തുണ്ടാവും, അത് വെച്ചിട്ടായിരിക്കും നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ കയ്യിലേക്ക് കാശ് കൊണ്ടുവരുന്ന കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് കൊടുക്കുക. ഒരു ഉദാഹരണം, ഇപ്പം നിങ്ങളൊരു ഷോപ്പ് തുടങ്ങാൻ പോയെന്ന് വിചാരിക്കുക. ഷോപ്പിൻ്റെ ഇൻറ്റീരിയർ വർക്ക്, വില കൂടിയ ഫർണിച്ചറുകൾ, ഇതെല്ലാം തന്നെ ഫിക്സഡ് അസറ്റിൽ പെട്ടതാണ്. ഡയറക്റ്റ്ലി നമുക്കതിനെ മണിയാക്കി മാറ്റാനായിട്ട് പറ്റില്ല. നമ്മൾ ഫർണിച്ചർ അല്ലല്ലോ വിൽക്കുന്നത്. അതേസമയം നമ്മളുടെ ആ മണി നമ്മൾ അലോക്കേറ്റ് ചെയ്യേണ്ടത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻവെൻറ്റോറി കീപ്പ് ചെയ്യണതിൽ, കൂടുതൽ സ്റ്റോക്ക് എടുക്കണതിൽ നമുക്ക് ആ എമൗണ്ട് കൊടുക്കണം. കാരണം അത് വിറ്റിട്ടാണ്, അവിടെയാണ് നമുക്ക് പ്രോഫിറ്റ് വന്നത്. മാർക്കറ്റിങ്ങിന് നമ്മൾ മണി സ്പെൻഡ് ചെയ്യണം. കാരണം മാർക്കറ്റിംഗ് ചെയ്താലാണ് കൂടുതൽ കസ്റ്റമേഴ്സ് അറിയുള്ളൂ നമ്മുടെ ഷോപ്പ് അവിടെ ഉണ്ടെന്നും. അവർ കയറി ഇറങ്ങി വന്നാൽ മാത്രമാണ് നമ്മുടെ അത് പെട്ടെന്ന് വിറ്റ് തീർക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് നമുക്ക് അത് വിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. പ്രോഫിറ്റ് വന്നത് ഈ സ്റ്റോക്ക് വിറ്റിട്ടാണ്. ഇനി മാർക്കറ്റിങ്ങിൽ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് തന്നെ നമ്മളുടെ ആ സ്റ്റോക്ക് ഫാസ്റ്റായിട്ട് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവാൻ വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. വേഗത്തിൽ ആ റോളിങ് നടക്കണം. സ്റ്റോക്ക് വരുന്നു, അത് സെൽ ഔട്ട് ആവുന്നു, അടുത്തെടുക്കുന്നു, അങ്ങനെ ആ റോളിങ് ഉണ്ടല്ലോ, ഇത് വളരെ വേഗത്തിൽ നടക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ മാർക്കറ്റിങ്ങിന് കുറച്ച് ബഡ്ജറ്റ് വേണം. അപ്പോൾ ഇതിനൊന്നും നമ്മുടെ അടുത്ത് കാശില്ല. എല്ലാം നമ്മൾ ഇതേപോലെ ഇൻറ്റീരിയർ വർക്ക്, അതേപോലെ ഫർണിച്ചറുകൾ, ഒരു വാഹനത്തിൻ്റെ ആവശ്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാവില്ല, എന്നാലും ഒരു ബിസിനസ് തുടങ്ങിയല്ലോ, എന്നാൽ ഒരു പുതിയ വാഹനം എടുത്തേക്കാം. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളിൽ നമ്മൾ ഫിക്സഡ് ആയിട്ടുള്ള അസറ്റുകളിലേക്ക് പോകാൻ നേരത്ത് നമ്മുടെ അടുത്ത് വർക്കിംഗ് ക്യാപിറ്റൽ തീരെ ഇല്ലാതെ വരും. അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ, വീണ്ടും നമ്മൾ ഫണ്ട് റേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെ ഫണ്ട് റേസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ ബിസിനസ് പോയില്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഫണ്ട് റേസ് ചെയ്തുകൊണ്ടിരിക്കാൻ എല്ലാവരെ കൊണ്ടും സാധിക്കില്ല. ഫണ്ട് റേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കില്ലാണ്, അതെല്ലാവരെ കൊണ്ടും സാധിക്കണ ഒരു കാര്യമല്ല. നമ്മുടെ അടുത്ത് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ നിങ്ങളൊരു ഷോപ്പ് തുടങ്ങാൻ ഉദ്ദേശിക്കുകയാണ്, ഒരു 10 ലാഖൊക്കെയാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് നിങ്ങൾ വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു 10%, 5 to 10% നിങ്ങൾ ഒരു എമർജൻസി ഫണ്ട് പോലെ മാറ്റി വെക്കണം. കാരണം എന്ന് വെച്ചാൽ, ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഇൻ കേസ് ഒരു മാസം തീരെ സെയിലില്ലാതെ വരുമോ, അല്ലെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ ഡെയിലി ഓപ്പറേഷൻസ് റൺ ചെയ്തു പോകണം. അതിനുള്ള എമൗണ്ട് നമ്മളെപ്പോഴും മാറ്റി വെക്കണം. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേക്കാം. ഇപ്പോൾ ജൂൺ മാസത്തിൽ ചിലപ്പോൾ ചില ബിസിനസ്സുകൾക്ക് തീരെ സെയിലില്ലാതെ വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളുടെ സ്കൂളൊക്കെ തുറക്കുകയാണ്. അപ്പോൾ എല്ലാവരും കുറച്ച് പിടിച്ചാണ് ചിലവാക്കുള്ളൂ. അപ്പോൾ ആ മാസം ചിലപ്പോൾ തീരെ സെയിൽ ഉണ്ടാവില്ല. അപ്പോൾ ഓരോ മാസം സെയിൽ ഉണ്ടായാൽ മാത്രമാണ് റൺ ചെയ്ത് പോകുന്നുള്ള ബിസിനസ്. ആ ഒരു രീതിയിലേക്ക് വരരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു ഞാണിന്മേൽ കളിയാണ്. ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് ആകെ ഡൗൺ ആയിപ്പോവും. അപ്പോൾ ഒരു എമർജൻസി ഫണ്ടും നിങ്ങൾ മാറ്റി വെക്കണം. എല്ലാം എടുത്ത് ഫിക്സഡിലേക്ക് നിങ്ങൾ തട്ടാതിരിക്കുക. അങ്ങനെ ചെയ്ത പല ആളുകളും ഉണ്ട്. അവർ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ഫിക്സഡ് അസറ്റുകൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും. ലാസ്റ്റ് അതിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളൊന്നും റൺ ചെയ്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് അത് വേറെ ആളുകൾക്ക് വിറ്റിട്ട് വീണ്ടും ഒന്നേന്ന് മുതൽ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട അവസ്ഥയൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏതൊരു ബിസിനസ്സിലേക്കും നമ്മൾ ഇറങ്ങാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട, നമ്മുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടെന്നുള്ളത്, എത്ര ക്യാപിറ്റൽ നമ്മുടെ അടുത്ത് ഇറക്കാനുണ്ടെന്നുള്ളത് ആദ്യം നിങ്ങൾ എഴുതി വെക്കുക.
ചിലവർക്ക് അത് 10 ലക്ഷം ആയിരിക്കും, ചിലവർക്ക് 5 ആയിരിക്കും, ചിലവർക്ക് 1 ലക്ഷം രൂപയായിരിക്കും, ചിലവർക്ക് 60,000 രൂപയായിരിക്കും, 50 ആയിരിക്കും, എത്ര ആയിക്കോട്ടെ. എത്ര ചെറിയ ബിസിനസ്സും നിങ്ങൾ തുടങ്ങുന്ന ടൈമിൽ തന്നെ മൊത്തത്തിൽ എത്ര രൂപ വരെ എനിക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നിങ്ങൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് മാത്രമാണ് നമ്മൾ ഫിക്സഡ് ആയിട്ടുള്ള ഡയറക്റ്റ് ഒരു കാര്യം ഓർത്തായി, ഡയറക്റ്റ് നമ്മുടെ പോക്കറ്റിലേക്ക് കാശ് കൊണ്ടുവരുന്ന കാര്യങ്ങളിൽ മാത്രം കാശ് ഇറക്കുക. ഈ ഒരു ഇത് മാത്രം പഠിച്ചേ, ഫിക്സഡ് അസറ്റ്, ലോങ് ടൈം എക്സ്പെൻഡിച്ചർ, അതുപോലെ തന്നെ ബിസിനസ് ടൈംസുകളോ കാര്യങ്ങളോ ഒന്നും പഠിച്ചില്ലെങ്കിലും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റിലേക്ക് കാശ് കൊണ്ടുവരുന്ന കാര്യങ്ങളിലേക്ക് മാത്രം ആദ്യമേ കാശ് ഇൻവെസ്റ്റ് ചെയ്യുക. 10 കൊല്ലം കഴിയാൻ നേരത്ത് ഇത്രയും ഇത് വേണമല്ലോ, അപ്പോൾ ഇപ്പോഴേ തന്നെ ആ ലാൻഡ് അങ്ങ് വാങ്ങിച്ച്, അത്തരത്തിലുള്ള ചിന്ത നല്ലതല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ടൈമിൽ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. കാരണം നമ്മൾ ചെറുതായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പലപ്പോഴും പല വൻകിട കമ്പനികളുടെ സക്സസ് ആയിട്ടുള്ള സ്റ്റോറിയൊക്കെ വായിച്ചിട്ടാണ് പലരും ഇത് ചെയ്യാറ്. വൻകിട കമ്പനികളുടെ അടുത്ത് വലിയൊരു ക്യാപിറ്റൽ മാറ്റി വെച്ചിട്ടുണ്ട് അവർക്ക് ലോൺ കൊടുക്കാനായിട്ട് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈനായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഒരു 1 മാൻ ഷോ ബിസിനസ് നടത്താൻ നേരത്ത്, ഒരു സിംഗിൾ ഓണറായിട്ടുള്ള ചെറിയ ബിസിനസ് നടത്താൻ നേരത്ത് ഇതല്ല സംഗതി. ആദ്യം തന്നെ ചിന്തിക്കേണ്ടത് ഡയറക്റ്റ് നമ്മളുടെ പോക്കറ്റിലേക്ക് കാശ് കൊണ്ടുവരുന്ന കാര്യങ്ങളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. സ്റ്റോക്ക് ഡയറക്റ്റ് നമ്മുടെ പോക്കറ്റിലേക്ക് കാശ് കൊണ്ട് തന്നെയാണ്. കാരണം അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റോക്ക് എടുത്ത് വെച്ചാലാണ് 5 രൂപക്ക് വാങ്ങിച്ചത് 10 വിൽക്കാൻ നേരത്ത് അത് തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ടുള്ള 5 നമ്മുടെ പ്രോഫിറ്റ്. അപ്പോൾ സ്റ്റോക്ക് നിർബന്ധമായിട്ട് വേണം. അത് ഡയറക്റ്റ് കാശ് കൊണ്ട് തന്നെ സംഗതിയാണ്. മാർക്കറ്റിംഗ് അത് നമ്മുടെ അടുത്തേക്ക് കാശ് കൊണ്ട് തന്നെ സംഗതിയാണ്. കാരണം 4 ആൾ അറിഞ്ഞാലാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ട്, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഇവിടെ ഒരു സ്ഥാപനമുണ്ട്, ഒരു സർവീസ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ 4 ആൾ അറിഞ്ഞാൽ മാത്രമാണ് അവർ നമ്മുടെ കസ്റ്റമറായിട്ട് വരുള്ളൂ. അപ്പോൾ എന്ന് വെച്ചാൽ മാർക്കറ്റിങ്ങിന് നമ്മൾ മണി സ്പെൻഡ് ചെയ്യുക. മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ അടുത്തേക്ക് മണി വരുമോ ഇല്ലയെന്ന് എങ്ങനെ അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 രൂപക്ക് നമ്മളൊരു മാർക്കറ്റിംഗ് ചെയ്യാൻ നേരത്ത് 10 രൂപ തിരിച്ചു വന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ എന്ന് വെച്ചാൽ മാർക്കറ്റിങ്ങിന് സ്പെൻഡ് ചെയ്ത് 5 കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കവിടെ ലാഭം കിട്ടുകയാണ്. അപ്പോൾ ഇതേപോലെ ഡയറക്റ്റ് നമ്മുടെ പോക്കറ്റിലേക്ക് കാശ് വരുന്ന കാര്യങ്ങളിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പോക്കറ്റിൽ നിന്ന് കാശ് ഇറങ്ങി പോകുന്നതിന് ഇമ്പോർട്ടൻസ് കുറച്ച് കൊടുക്കുക. അത്ര വലിയ കാര്യമായിട്ട് എടുക്കാതിരിക്കുക. അത് ലേറ്റർ സ്റ്റേജിലേക്ക് മാറ്റി വെക്കുക. പലപ്പോഴും അത് ഫിക്സഡ് അസറ്റുകളായിരിക്കും. ഇപ്പോൾ ചെറിയൊരു ഷോപ്പൊക്കെ തുടങ്ങുന്ന കേസിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ പുതിയ ഫർണിച്ചർ വാങ്ങാതെ പറ്റുമെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ഫർണിച്ചറുകൾ എടുക്കാനായിട്ട് നോക്കുക. തുടക്ക സമയത്ത് വലിയ വാഹനം വാങ്ങേണ്ട കാര്യമില്ല, സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ റെൻ്റ് എടുക്കാനായിട്ട് നോക്കുക, റെൻ്റായിട്ട് വാഹനം എടുക്കാൻ നോക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് മാക്സിമം ഫിക്സഡ് അസറ്റ് കുറച്ചിട്ട് ഓപ്പറേറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള കാശ് ലിക്വിഡായിട്ട് നമ്മുടെ അടുത്ത് കയ്യിൽ വേണം. ഈ ലിക്വിഡ് ക്യാഷ് കയ്യിലിരുന്നുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് ആയിരിക്കും, ഒരു ധൈര്യമായിരിക്കും. ഇപ്പോൾ 10 ലക്ഷം 5 ലക്ഷം രൂപ നിങ്ങൾ ക്യാപിറ്റൽ അലോക്കേറ്റ് ചെയ്ത് അത് മുഴുവനും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത് പല കാര്യങ്ങൾക്കൊക്കെ സ്പെൻഡ് ചെയ്ത് ഇപ്പോഴും പരിപാടിയൊന്നും കഴിഞ്ഞിട്ടില്ല. ആ ബിസിനസ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഇനി ഒരു 4 ലക്ഷം കൂടി വീണ്ടും വേണ്ടതായിട്ട് വരും. അപ്പോൾ അത് റൈസ് ചെയ്യാൻ വേണ്ടി വീണ്ടും പണിക്ക് പോയി. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ അതങ്ങനെ നീണ്ട് പോവുകയാണ്. ഫാസ്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്താലാണ് മാർക്കറ്റിൽ ഈ പ്രൊഡക്റ്റ് ഇറക്കി വിറ്റ് നമുക്ക് ലാഭം കിട്ടുള്ളൂ. അപ്പോൾ എക്സിക്യൂഷൻ ഫാസ്റ്റായിട്ട് നടക്കണം. കയ്യിൽ എത്ര രൂപയുണ്ടെന്ന് നോക്കിയിട്ടാണ് എന്തുമാത്രം വലിയ ബിസിനസ് തുടങ്ങണമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ 10 ലക്ഷം രൂപയുണ്ടെങ്കിൽ 10 ലക്ഷം രൂപയ്ക്കും നമ്മൾ സ്റ്റോക്ക് എടുക്കുക, അല്ലെങ്കിൽ 10 ലക്ഷം രൂപയുടെ ബിസിനസ് അത് അങ്ങനെ തന്നെ എടുത്ത് ചെയ്യാതെ നമ്മൾ കുറച്ച് എമൗണ്ട് മാറ്റി വെക്കണം. എപ്പോഴും ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് മാറ്റി വെക്കണം ഓപ്പറേറ്റിങ്ങിന് വേണ്ടിയിട്ട്. കംപ്ലീറ്റ് ഫിക്സഡിലേക്ക് നമ്മൾ മാറ്റാതിരിക്കുക. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തുടക്ക സമയത്ത് ഒരുപാട് മണ്ടത്തരങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഈ വീഡിയോന്ന് ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. പോക്കറ്റിലേക്ക് കാശ് വരുന്ന കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പോക്കറ്റിൽ നിന്ന് കാശ് ഇറങ്ങിപ്പോകുന്നതിന് അത്ര പ്രാധാന്യം കൊടുക്കാതിരിക്കുക. ഈ ഒരു ചെറിയൊരു ഫിലോസഫി ഉണ്ടെങ്കിൽ തന്നെ തരക്കേടില്ലാത്ത ചെറിയൊരു ബിസിനസ് നിങ്ങൾക്ക് റൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.